നമ്മൾ സീരീസ് 3ക്കുള്ള സീരീസ് 3ന്റെ റിവിഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. മൊഡ്യൂൾ 4ൽ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് കവർ ചെയ്യണത്. സോ ആദ്യം എന്താണ് ഗ്രൂപ്പ് എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക, ജി. അതൊരു നോൺ എംപ്റ്റി സെറ്റ് ആണ്. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു നോൺ എംപ്റ്റി സെറ്റ് ഉണ്ട്. ആൻഡ് സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. ഓക്കെ, സോ ഈ ഓപ്പറേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എവിടെയാണ്? ഈ നോൺ എംപ്റ്റി സെറ്റ് ജിയിലാണ് നമ്മൾ ആ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ഒരു ഓൾജിബ്രൈക് സിസ്റ്റം എന്ന് പറയാ. എ സെറ്റ് ടുഗെദർ വിത്ത് എ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻഡ് ഓൺ ഇറ്റ്. ഇങ്ങനെയുള്ള ഒരു മാത്തമാറ്റിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഓൾജിബ്രൈക് സ്ട്രക്ചർ എപ്പോഴാണ് ഒരു ഗ്രൂപ്പ് ആവുക? ഗ്രൂപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ സർട്ടൻ പ്രോപ്പർട്ടീസ്. ഈ 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു ഓൾജിബ്രൈക് സ്ട്രക്ചറിനെയും നമുക്ക് ഗ്രൂപ്പ് എന്ന് പറയാനായിട്ട് പറ്റും. ആദ്യത്തെ ക്ലോഷർ പ്രോപ്പർട്ടി, അതായത് ജിയിലത്തെ 2 എലമെന്റ്സ് നമ്മൾ എടുത്തു, എ ആൻഡ് ബി. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിൽ ആ ബൈനറി ഓപ്പറേഷൻ ചെയ്ത് കിട്ടുന്ന എലമെന്റും ജിയിൽ ഉണ്ടെങ്കിൽ യു ക്യാൻ കോൾ ഇറ്റ് ഇസ് ക്ലോസ്ഡ് അണ്ടർ ദിസ് ബൈനറി ഓപ്പറേഷൻ. അതായത് ആ സെറ്റ് വിട്ട് പുറത്തു പോകാൻ പാടില്ല. ബൈനറി ഓപ്പറേഷൻ ആരൊക്കെ തമ്മിൽ ചെയ്താലും നമുക്ക് ഉത്തരം ആ സെറ്റിന്റെ അകത്ത് തന്നെ ഉണ്ടാവണം. സെറ്റിന്റെ ആ ബൗണ്ടറി വിട്ട് പുറത്തേക്ക് പോവാൻ പാടില്ല. ദാറ്റ് ഇസ് ദി മീനിങ് ഓഫ് ക്ലോഷർ അല്ലെങ്കിൽ ക്ലോസ്ഡ്. ഓക്കെ, രണ്ടാമത്തത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സെറ്റിലെ 3 എലമെന്റ്സ് എടുത്തു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ തമ്മിൽ പരസ്പരം അസോസിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓർഡറിങ് മാറ്റിയാലും ദ റിസൾട്ട് ഷുഡ് ബി ദ സെയിം. അതായത് എ സ്റ്റാർ ബി സ്റ്റാർ സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. അതായത് നമ്മൾ ഓർഡറിങ് മാറ്റി എന്ന് വെച്ചാലും the result will be one and the same. Third one is existence of identity element. ആ സെറ്റില് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? ഈ സെറ്റില് നമുക്കൊരു ഐഡന്റിറ്റി എലമെന്റ് അണ്ടർ ദിസ് ബൈനറി ഓപ്പറേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമ്മൾ യൂഷ്വലി ഇ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഐഡന്റിറ്റി എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, so there exists an identity element E belongs to G such that for every element A belongs to G, A star E is equal to A equal to E star E. Okay, ഇത്രയേ ഉള്ളൂ. ഏത് എലമെന്റ് ആയാലും ഐഡന്റിറ്റി എലമെന്റിന്റെ കൂടെ ഓപ്പറേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ സെയിം എലമെന്റ് ഇറ്റ്സെൽഫ്. ഓക്കെ, ഐഡന്റിറ്റി എലമെന്റിന്റെ കൂടെ ഏത് മെമ്പറെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്താലും യു വിൽ ഗെറ്റ് ദാറ്റ് പെർട്ടിക്കുലർ എലമെന്റ് ആസ് ദി ആൻസർ. ഇനി നാലാമത്തത് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് എലമെന്റ്. അതായത് ആ സെറ്റിലെ എല്ലാ മെമ്പേഴ്സിനും എല്ലാ എലമെന്റ്സിനും കറസ്പോണ്ടിങ് ഒരു ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ഫോർ എവറി എലമെന്റ് എ ബിലോങ്സ് ടു ജി യു ക്യാൻ ഫൈൻഡ് an എ ഇൻവേഴ്സ് ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് A star A inverse is equal to E equal to A inverse star A. അതായത് ഒരു എലമെന്റും അതിന്റെ ഇൻവേഴ്സും തമ്മിൽ ഈ ബൈനറി ഓപ്പറേഷൻ ചെയ്താൽ നമുക്ക് എന്താണ് ഉത്തരമായി ലഭിക്കുക? ഐഡന്റിറ്റി എലമെന്റ് ആണ് ഉത്തരമായി ലഭിക്കുക. ഈ 2 പ്രോപ്പർട്ടി മറക്കാണ്ട് ഓർത്തു വെക്കുക. ഏത് എലമെന്റ് ആയിക്കോട്ടെ, നമ്മൾ ഐഡന്റിറ്റി എലമെന്റിന്റെ കൂടെയാണ് ഓപ്പറേഷൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ എലമെന്റിനെ തന്നെയാണ് റിസൾട്ട് ആയിട്ട് കിട്ടുക. ഇതിനെ തിരിച്ചെഴുതിയാലും ദ റിസൾട്ട് ഇസ് ദ സെയിം. അതേപോലെ ഇൻവേഴ്സിന്റെ കാര്യം ആലോചിക്കുക. ഒരു എലമെന്റും അതിന്റെ ഇൻവേഴ്സും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് ആണ് കിട്ടുക. തിരിച്ചെഴുതിയാലും ദ റിസൾട്ട് ഇസ് ദി സെയിം. നിർബന്ധമായിട്ടും ഇത് ഓർത്തു വെക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഈ 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു അബീലിയൻ സ്ട്രക്ചറിനെയും നമുക്ക് ഗ്രൂപ്പ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. അതേപോലെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അബീലിയൻ ഗ്രൂപ്പ്. ഓക്കെ, സോ നമ്മുടെ കയ്യിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ജി സ്റ്റാർ. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ജി സ്റ്റാർ എന്ന് പറയുന്ന ഗ്രൂപ്പ് it will hold closure property, associative property, ഐഡന്റിറ്റി ഉണ്ടാവും, എല്ലാ എലമെന്റ്സിനും ഇൻവേഴ്സും ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ എടുത്തു എന്ന് വിചാരിക്കാം.
അതില് for every AB belongs to G, A star B equal to B star A ആണെന്ന് വിചാരിക്കാം. അതായത് നമ്മുടെ കയ്യിലൊരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിലെ ഏത് രണ്ട് എലമെന്റ്സ് എടുത്താലും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. അത്തരത്തിലുള്ള ഗ്രൂപ്പിനെ നമുക്ക് എന്തെന്ന് പറയാം? അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇതിന് മറ്റൊരു പേരുണ്ട്, കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് എന്നും പറയും. സോ നമുക്കൊരു ഓൾജിബ്രായിക് സിസ്റ്റം തന്നു, അതായത് ഒരു സെറ്റ് തന്നു, ഒരു ബൈനറി ഓപ്പറേഷൻ തന്നു എന്ന് വിചാരിക്കുക. ആൻഡ് നമുക്ക് അത് അബീലിയൻ ഗ്രൂപ്പ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്ലോഷർ പ്രോപ്പർട്ടി കാണിക്കണം, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി തെളിയിക്കണം, ഐഡന്റിറ്റി എലമെന്റ് കണ്ടുപിടിക്കണം, ഇൻവേഴ്സ് എലമെന്റ് കണ്ടുപിടിക്കണം, അതോടൊപ്പം കമ്മ്യൂട്ടേറ്റിവിറ്റിയും കൂടി തെളിയിച്ചാൽ മാത്രമേ നമുക്ക് തന്നിട്ടുള്ള ആ ഓൾജിബ്രായിക് സിസ്റ്റം ഒരു അബീലിയൻ ഗ്രൂപ്പ് ആണ് എന്ന് നമുക്ക് തെളിയിച്ചെടുക്കാനായിട്ട്, നമുക്ക് പറയാനായിട്ട് പറ്റും.